SP ആണ് ആ സമ്മർദ്ദമുണ്ടാക്കിയതെന്നും ആത്മഹത്യയിലേക്ക് അങ്ങയുടെ സുഹൃത്തിനെ തള്ളിവിട്ടത് പറയാനുള്ള കാരണം എന്താണ്? എന്തൊക്കെയാണ് ശ്രീകുമാർ? അതായത് ശ്രീകുമാറിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെന്നാ പറഞ്ഞത്. ശ്രീ നാസർ, SP എന്നും പറഞ്ഞിട്ടില്ല എന്നാണോ അങ്ങിപ്പോ പറയുന്നത്? SP എന്നാണ് പറഞ്ഞത്. അതായത് എന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരും. ശ്രീകുമാർ എന്തൊക്കെയാണ് മരിക്കുന്നതിന് മുൻപ് അങ്ങയോട് പറഞ്ഞത്? ശ്രീകുമാർ മരിക്കുന്ന തലേ ദിവസം എൻ്റെ വീട്ടിൽ, എൻ്റെ ഫാമിൽ ഒരു സീറ്റ് ഔട്ട് ഉണ്ട്. അതായത് ഞങ്ങളൊരു പാടിയെന്നതിന് വിളിക്കുക. അവിടെ വന്നിരിക്കുമായിരുന്നു. അവിടെ ഇരുന്നിട്ട് അവൻ്റെ സങ്കടങ്ങൾ പല സമയങ്ങളിലും എൻ്റെ വീട്ടിലിരിക്കാറുണ്ട്. അതായത് ഓന് ഒഴിവുള്ള സമയത്തൊക്കെ എൻ്റെ അടുത്താണ് വന്നിരിക്കുക. ഞാനും ഓനും അവൻ ചെറുപ്പത്തിലുള്ള കൂട്ടുകാരനാണ്. ആ സമയത്ത് അന്ന് അവൻ വരുമ്പോൾ ഒരു സുഖമില്ലാത്ത ലെവലിൽ ആണ് വന്നിരുന്ന് 2-2.5 മണിക്കൂറോളം എൻ്റെ വീട്ടിലിരുന്നിട്ടുണ്ടോ. അപ്പോൾ എന്താണ് എൻ്റെ പ്രശ്നം ചോദിച്ചു. ഭാര്യ വീട്ടിലില്ല, അതിൻ്റെ പ്രശ്നം. എന്താണ് കാരണം? അപ്പോൾ അങ്ങനെ അവതരിപ്പിക്കൽ തുടങ്ങി. ഓൻ്റെ മുമ്പത്തെ പീഡനങ്ങളും ഓൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഞാനൊക്കെ എത്ര സുഖവാന. എന്നെ സംബന്ധിച്ച് ചോദിക്കാൻ പറയാണ്, നിങ്ങൾക്കിപ്പോൾ 4 പശുക്കളെ കറന്ന് നിങ്ങളെ ചുറ്റുപാട് വെച്ച് നിങ്ങളെ വരുമാനങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. ഞങ്ങൾ പോലീസാണെന്ന് പറയാം, ഗുണ്ടാപ്പണി എടുക്കും വേണം. പോലീസ് മാത്രമായിട്ട് ജീവിക്കുകയാണെങ്കിൽ സുഖമാണ്. ഇത് ഗുണ്ടാപ്പണിയും കൂടി എടുക്കണം. അപ്പോൾ എന്നെ കൊണ്ട് ഇപ്പോൾ ശരീരത്തിന് ആരോഗ്യമില്ല. ഇപ്പം എന്നെ കണ്ടുകൂടാ. അതായത് ഡിപ്പാർട്ട്മെൻറ്റിന് ഓനെ താല്പര്യമില്ലാതെ ഒരു അവസ്ഥയിൽ ഓനിപ്പോൾ തട്ടിക്കളിയായിരുന്നല്ലോ. ലാസ്റ്റ് ഇവിടെ കിടക്കുന്ന ഓനെ ഇടവണ്ണി നിലമ്പൂരൊക്കെ ചുറ്റിക്കിറങ്ങിയ ഓനെ പെരിന്തൽമണ്ണ കൊണ്ടുപോയിട്ട് അങ്ങനെ ഓൻ നിരാശനായിരുന്നു. മരിക്കുന്ന സമയത്ത് മരിക്കുന്നു എന്ന് ഞാൻ പറയില്ല. മരിക്കുന്ന തലേന്ന് മരിക്കുന്നു എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ മരിക്കണതിൻ്റെ 2-3 മണിക്കൂർ മുമ്പാണല്ലോ. രാത്രി 12-നും 12:30 മണിക്കൂറിൻ്റെ ഇടയിലാണോ എൻ്റെ മരണം നടന്നിട്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് 2-3 മണിക്കൂർ മുമ്പാണല്ലോ എൻ്റെ ഇരുന്നത് പോയത്. ഞാൻ കൊണ്ടയാക്കിയ വീട്ടിലല്ല, പോയതല്ല. ഓൻ്റെ സംസാരം അമിതമായപ്പോൾ ഞാൻ കൊണ്ടയാക്കിയല്ല. ഓൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു ഓട്ടോറിക്ഷ കിട്ടുന്നത് അടുത്ത് 2 കിലോമീറ്റർ മാറ്റേണ്ടി ഞാനും ഓൻ്റെ വീട് വെച്ച് അവിടെ കൊണ്ടയാക്കി പോകുന്നതാണ്. അപ്പോൾ ഇവൻ്റെ ഈ പീഡന കഥകൾ ഈ SP വന്നതിൻ്റെ ശേഷം ഒരു സുഖം കിട്ടിയിട്ടില്ല. അവൻ്റെ ഭാര്യയായിട്ട് കൂടുതൽ അടുക്കാൻ അവന് സാധിച്ചിട്ടില്ല. ഭാര്യയും പോലീസുകാരത്തിയായിരുന്നല്ലോ. അപ്പം ഭാര്യക്ക് രാത്രി ഡ്യൂട്ടി ആണെങ്കിൽ അവന് പകൽ ഡ്യൂട്ടി. അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു അവൻ്റെ ജീവിതം. പിന്നെ അവൻ പറഞ്ഞതൊക്കെ പാടപ്പോൾ നമ്മൾ ചർച്ചയിൽ പറയാനൊക്കെ മണിക്കൂർ കണക്കിന് എനിക്ക് തരേണ്ടി വരും. ഒരൊറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ ശ്രീനാസർ, ഈ മരണശേഷം ശ്രീകുമാറിന്റെ ഡയറി പോലീസുകാർ നശിപ്പിച്ചോ? നശിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. അവിടുന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബുക്കിലൊരു 2 പേജ് അവർ പറിച്ചിട്ടുണ്ട്. അത് ഡയറി അല്ല കേട്ടോ. അവരുടെ കുട്ടികളെ ബുക്കിലെന്തോ എന്ന് എഴുതി ഓനെ ആ തൂങ്ങി നിന്ന റൂമിൻ്റെ ആ ടേബിളും ഉണ്ടായിരുന്നു. അവിടെ ഒരു ടീപ്പോയി മാതിരി ഉണ്ടായിരുന്നു. അതിന് 2 പേജ് അവർ കീറിയിട്ടുണ്ട്. അത് ഞാൻ കണ്ടതാണ്. പിന്നെ അവൻ്റെ ഡയറി വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വന്ന് അവൾ എടുത്തിക്കണേ. അതിനെങ്ങനെ പോലീസുകാർ അകത്ത് കയറിയിട്ട് ഞങ്ങളെ നാട്ടുകാർക്കൊന്നും അവിടെ പ്രവേശനമല്ലല്ലോ. സ്വന്തം ജ്യേഷ്ഠനെ പോലും പ്രവേശിപ്പിക്കാൻ അനുവദിച്ചിട്ടില്ലല്ലോ. പിന്നെ ഒരു അന്വേഷണം പോലും അതുണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ ഫസ്റ്റ് ഇവിടെ എവിടെയോ കിടക്കണ ഒരു 24-കാരനാണ് വന്നിട്ട് ഇപ്പോൾ എന്നെ അന്വേഷിച്ച് ഇവിടെ ഞാനൊരു ഉള്ളേരിയിലാണ് താമസിക്കണത്. ഇന്നിപ്പോൾ ഒരു കരിപ്പൂർ അവിടെ കിടക്കുന്ന ഒരു 24-ൻ്റെ ഒരു ചാനലുകാരനാണ് വന്ന് കണ്ടുപിടിക്കണത്. അപ്പോൾ പിന്നെ ഇടവണ്ണ കിടക്കുന്ന പോലീസിന് എൻ്റെ അടുത്തേക്ക് വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അത് ആരും അന്വേഷിപ്പിക്കാനും പുറപ്പെട്ടിട്ടില്ല. കുടുംബങ്ങൾ അതിനേറ്റ് താല്പര്യപ്പെട്ടിട്ടുമില്ല. പോലീസ് അത് താല്പര്യത്തിൽ എടുത്തിട്ടുമില്ല. അത് കഴിച്ചുകൊണ്ടുപോയി അവിടുന്ന് കുറെ സാധനം പൊറുക്കി കൊണ്ടുപോയി എന്നല്ലാതെ വേറെ ആർക്കും ഒരു വിവരം അതിനെ ഈ ഗുണ്ടാപ്പണി എടുക്കുന്നു എന്ന് പറയാൻ കാരണം ശ്രീ നാസർ, അതായത് പ്രതികളെ തല്ലാൻ പ്രേരിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് അവന് ഒറിജിനൽ പോലീസല്ലല്ലോ. ഓല് സിവിൽ ഡ്രഗ്സിൽ നടക്കുന്ന പോലീസാണല്ലോ. എന്താ പേര് പ്രത്യേകിച്ച് ഒരു പേരൊക്കെ പറയലുണ്ടല്ലോ. അതിന് എന്തോ വേറൊരു പേരാണല്ലോ അല്ലേ അറിയപ്പെടല്ലേ. സിവിൽ പോലീസുകാരനെ യൂണിഫോം ഇല്ലാതെയാണോ അവനല്ലോ ഡ്യൂട്ടി ഉണ്ടാവില്ലേ. ആ സമയങ്ങളിൽ ഓൻ്റെ അടുത്താണ് ഈ പ്രതികളെയൊക്കെ പിടിച്ചാൽ വലിയ ഗൗരവമുള്ള കേസുകളിലൊക്കെ പ്രതികളെ പിടിച്ചാൽ അവൻ്റെ അടുത്ത് ഏൽപ്പിക്കലാ. അവന് മദ്യം വാങ്ങിക്കൊടുക്കും. അതിന് കുറേ കൂട്ടുകാരെയും കൂട്ടുവാൻ എന്നിട്ട് അവൻ്റെ അടുത്ത് ഇവിടെ വലിയതോട് അറിയും. ഇവിടെ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്.
അതിൽ കൊടുത്തിട്ട് അവിടുന്ന് എന്താ പോലീസ് സ്റ്റേഷൻ്റെ പ്രതികളെ ചോദ്യം ചെയ്യാൻ കൊടുക്കാൻ കൊണ്ടുവരിക, സ്റ്റേഷനിലേക്കൊന്നുമല്ല. ചോദ്യം ചെയ്യാനല്ല ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നത്, അടിക്കാനാ. അതിലൊക്കെ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു അല്ലേ? വലിയ മാനസിക പ്രശ്നം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പുറത്ത് ഇവിടെ കൊടുത്തു. അന്നൊക്കെ വളരെ ക്ലിയർ ഹാപ്പി ആയിരുന്നു. കാരണം ഞാനും അവനൊക്കെ ഏതാണ്ട് ഒരേ പ്രായക്കാരാണ്. ഞങ്ങളൊക്കെ ഹാപ്പിയുള്ള ടൈം, ആരോഗ്യമുള്ള ടൈമായിരുന്നു. പിന്നെ ആരോഗ്യം നശിച്ചു. മദ്യപാനം കണ്ടമാനായപ്പോഴേ ചെറുപ്പത്തിലൊന്നും മദ്യപിക്കാറില്ല. ഈ ഡ്യൂട്ടി ഈ ഡിപ്പാർട്ട്മെന്റിൽ കയറിയിട്ട് ശേഷം അവൻ മദ്യപാനം തന്നെ ശീലിച്ചത്. അതിന്റെ മുമ്പൊന്നും അവന് മദ്യപാനം എന്ന് പറഞ്ഞ സാധനമൊന്നും ഇല്ല. പോലീസിന്റെ അതിസമ്മർദ്ദം, അതിന്മേൽ പെരുകുന്ന ആത്മഹത്യ, പോലീസിലുണ്ടാകുന്ന സമ്മർദ്ദം, ജോലി സമ്മർദ്ദം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം പല ക്യാമ്പയിനുകളായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ചൂടേറിയ പൊള്ളുന്ന നേരനുഭവങ്ങൾ കൂടിയാണ് നമ്മൾ ഈ കേൾക്കുന്നതൊക്കെ.